മറ്റു വാർത്തകൾ. ബ്രഹ്മപുരം തീപിടുത്തത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷം. ക്രിമിനൽ കൃത്യം ചെയ്ത കരാർ കമ്പനിയെ സർക്കാർ സംരക്ഷിക്കുന്നുവെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ. തദ്ദേശ വകുപ്പ് മന്ത്രി കമ്പനിയുടെ വക്താവിനെ പോലെ സംസാരിച്ചുവെന്ന് പ്രതിപക്ഷ നേതാവ്. അതേസമയം അഴിമതി ആരോപണം രാഷ്ട്രീയ പ്രേരിതമെന്നായിരുന്നു സർക്കാരിന്റെ പ്രതിരോധം. കരാർ സുതാര്യമാണെന്നും മന്ത്രി MP രാജേഷ് വിശദീകരിച്ചു. ബ്രഹ്മപുരം തീപിടുത്തം സൃഷ്ടിച്ച അതീവ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. എന്നാൽ സഭയെ പ്രക്ഷുബ്ധമാക്കിയത് കരാർ കമ്പനിയെ ചൊല്ലിയുള്ള ആരോപണങ്ങൾ. മാലിന്യ സംസ്കരണത്തിൽ വീഴ്ച വരുത്തിയ കമ്പനി തന്നെയാണ് പെട്രോൾ ഒഴിച്ച് തീ കൊടുത്തതെന്നായിരുന്നു പ്രതിപക്ഷ ആരോപണം. അവര് പെട്രോൾ ഒഴിച്ച് കത്തിച്ചതാണ് ഈ മാലിന്യ കൂമ്പാരം. എന്നിട്ടാണ് ആ കമ്പനിയെ ന്യായീകരിക്കുന്നത്. ആ കമ്പനിയെ ന്യായീകരിക്കുന്നത് കൊള്ളയാണ്, കൊള്ളക്കാരാണ് അവര്, കൊള്ളക്കാർ. ഈ കമ്പനി പെട്രോൾ ഒഴിച്ചത് കത്തിച്ച് അവിടെ പോയിട്ടുള്ള ഏതെങ്കിലും ഒരു ഫയർഫോഴ്സുകാരോട് ചോദിക്ക്, അത് സ്വാഭാവികമായ തീയാണോ, തീ കൊളുത്തി പെട്രോൾ ഒഴിച്ച് കത്തിച്ച തീയാണെന്ന് അവരോട് ചോദിക്ക്. ഇത് സ്വാഭാവിക തീയാണെങ്കിൽ നമുക്ക് വേറെ ആ ഭാഗത്തെ മാത്രം മാറ്റി, അങ്ങനെയാണ് നേരത്തെ കോർപ്പറേഷൻ അത് കൺട്രോൾ ചെയ്തത്. ആ ഭാഗത്തെ മാത്രം മാറ്റി മറ്റു ഭാഗത്തെ സെപ്പറേറ്റ് ചെയ്യാം. ഇത് മറ്റു ഭാഗത്തെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം എല്ലായിടത്തും തീ കൊളുത്തിയിരിക്കുകയാണ്. ഇത് മുഴുവൻ കത്തി തീർന്ന ഇനി എന്താ കണക്ക്? ഇപ്പൊ തന്നെ ഒരു കണക്കില്ല. 5,75,000 ടണ്ണ് വേസ്റ്റ് ഉണ്ടെന്നാണ് കണക്ക്, കൊട്ടക്കണക്കാണ്. ഇനിയിപ്പോ അവര് എത്ര അവര് റിമൂവ് ചെയ്തു എന്ന് ചോദിച്ചാൽ, സാർ ഞങ്ങളെല്ലാം റിമൂവ് ചെയ്തിരുന്നു, ബാക്കി കിടന്നിരുന്ന വേസ്റ്റ് ആണ് കട്ട് ചെയ്ത്. ഞങ്ങൾക്ക് ഒരു 5 ടൺ മാത്രമേ മാറ്റാനുണ്ടായുള്ളൂ. ആ 5 ടണ്ണാണ്. ഇത് അഴിമതിക്ക് കൊട പിടിച്ചു കൊടുക്കുക. സാർ ഇത്രയും വലിയ ഒരു കൊള്ള നടന്നിട്ട് ഒരു അന്വേഷണം നടത്തിയോ? 12 ദിവസമായിട്ട് നാളെ ചോദിച്ചപ്പോഴും പറഞ്ഞു കൊച്ചി കമ്മീഷണർ അന്വേഷിക്കുകയാണ്. 12 ദിവസമായിട്ട് ഒരു പ്രിലിമിനറി റിപ്പോർട്ട് കിട്ടിയില്ല. തദ്ദേശ വകുപ്പ് മന്ത്രി തന്നെ കരാർ കമ്പനിയുടെ വക്താവായി മാറിയ സാഹചര്യത്തിൽ സത്യം പുറത്തുവരാൻ CBI അന്വേഷണം തന്നെ വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. എന്നാൽ കരാറിൽ സുതാര്യത അവകാശപ്പെട്ട മന്ത്രി MP രാജേഷ് കമ്പനിയുടെ പ്രവർത്തന മേഖല വിശദീകരിച്ചായിരുന്നു പ്രതിരോധം തീർത്തത്. ഇന്ത്യയിലെ 12 സംസ്ഥാനങ്ങളിൽ ഏതാണ്ട് 2 ഡസനോളം നഗരങ്ങളിൽ മാലിന്യ സംസ്കരണത്തിന് നേതൃത്വം കൊടുക്കുന്ന കമ്പനിയാണ് ഈ കമ്പനി, കൊച്ചിയിലും വന്നിട്ടുള്ള കമ്പനി. ഇനി അങ്ങയുടെ അറിവിലേക്ക് ഞാൻ ഒരു കാര്യം കൂടി പറയാം. 12 സംസ്ഥാനങ്ങളിൽ ജോധ്പൂരുണ്ട്. ജോധ്പൂർ അങ്ങയുടെ പാർട്ടി ഭരിക്കുന്ന രാജസ്ഥാനിലാണ്. സാർ, ഈ 12 സംസ്ഥാനങ്ങളിൽ റായ്പൂരുണ്ട്. അത് അങ്ങയുടെ പാർട്ടി ഭരിക്കുന്ന ഛത്തീസ്ഗഡിന്റെ തലസ്ഥാനമാണ്. പ്ലീനം നടന്ന സ്ഥലമാണ് സാർ. നിങ്ങളെല്ലാവരും കൂടി ഇപ്പൊ പ്ലീനം ചേർന്ന് AICC പ്ലീനറി ചേർന്ന് തിരിച്ചു വന്ന റായ്പൂരിൽ മുഖ്യമന്ത്രിയുടെ വകുപ്പാണ് മലിനീകരണ നിയന്ത്രണം. എന്നാൽ സഭയിലുണ്ടായിട്ടും മുഖ്യമന്ത്രി മറുപടി നൽകാത്തതിനെ പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. മനുഷ്യനിർമ്മിത ദുരന്തമാണ് ബ്രഹ്മപുരത്ത് സൃഷ്ടിച്ചതെന്ന് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയ TJ വിനോദ് ആരോപിച്ചു. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതോടെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ച പ്രതിപക്ഷം ഇന്നത്തെ സഭാ നടപടികൾ ബഹിഷ്കരിച്ചു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.